പൊതുവേ പ്രത്യേകിച്ച് മലയാളികൾ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ അവർ എന്താണ് ഭാവിയിൽ ആഗ്രഹിക്കുന്നത് എന്ന് അധ്യാപകർ ചോദിക്കുമ്പോൾ സാധാരണ അവരുടേതായിട്ടുള്ള പല അഭിലാഷങ്ങളും പറയാറുണ്ട്, പ്രകടിപ്പിക്കാറുണ്ട്. എന്നാൽ IAS എന്നുള്ള സ്വപ്നം കുറച്ചുകൂടി ഉയർന്ന തലത്തിൽ കോളേജ് തലത്തിലേക്കൊക്കെ വരുന്ന സന്ദർഭത്തിലാണ് അത്തരം ഒരാഗ്രഹം പതുക്കെ പതുക്കെ മനസ്സിൽ ചിട്ടപ്പെടുത്തി തുടങ്ങുന്നത്. എന്നാൽ IASൻ്റെ കാര്യത്തിൽ സ്വാഭാവികമായിട്ടും സാധാരണക്കാരൻ അന്യമാകുന്ന വിധത്തിൽ വലിയ ഫീസ്, അതുപോലെ തന്നെ അതൊരു വിദ്യാഭ്യാസ രംഗത്തൊരു ബാലികേറ മലയാണ് എന്നുള്ളൊരു ധാരണ പലപ്പോഴും പലരെയും, പ്രത്യേകിച്ച് തൊഴിലാളികൾ എന്നുള്ള നിലയിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അവരുടെ കുട്ടികളെ IASന് അധ്യാപനം നടത്തി പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞ വലിയൊരു ദിവാസ്വപ്നമായി മാറാറുണ്ട്. അതിനാണ് കേരളത്തിൽ തൊഴിലാളി പരിശീലനത്തിന് ഏറ്റവും കേൾവി കേട്ട സ്ഥാപനമായിട്ടുള്ള കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്, അതിൻ്റെ മുൻ ചെയർമാനും ഇന്നത്തെ തൊഴിൽ മന്ത്രിയുമായിട്ടുള്ള ശ്രീ വി ശിവൻകുട്ടിയുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്നുള്ള അടിസ്ഥാനത്തിൽ ആരംഭിച്ച കിലെ IAS അക്കാഡമിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. കിലെ IAS അക്കാഡമി ഇന്ന് സംസ്ഥാനത്തെ അറിയപ്പെടുന്ന IAS അക്കാഡമിയിൽ പ്രധാനപ്പെട്ടൊരു അക്കാഡമിയാണ്. തിരുവനന്തപുരത്ത് വഞ്ചിയൂരുള്ള കാമ്പസിനകത്ത് നിരവധി വിദ്യാർത്ഥികൾ കഴിഞ്ഞ 4-5 വർഷമായി IASൻ്റെ പഠനം പൂർത്തിയാക്കി അതിൻ്റെ പരീക്ഷയിലേക്കൊക്കെ കടന്ന് പ്രവേശിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ സാധ്യമാകുന്നുണ്ട്. ഇവിടെ ഒരു പ്രത്യേകത, നമ്മൾ IAS പഠനത്തിന് ഇന്നും കേരളത്തിനകത്ത് നിരവധി അക്കാഡമികൾ കൂണുപോലെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവിടങ്ങളിലെല്ലാം ആർക്കും ചെല്ലാൻ കഴിയാത്ത വിധത്തിൽ, പ്രത്യേകിച്ച് സാധാരണക്കാരനെ അവിടെ നിന്ന് ആട്ടിയകത്തുന്നത് അവിടുത്തെ ഭാരിച്ച ഫീസാണ്. ആ ഫീസ് ഏതാണ്ട് ഏറ്റവും ചുരുങ്ങിയത് 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ഈ നിലയിൽ ആ ഫീസ് ഒരു വർഷത്തേക്ക് വരുന്നത്. പല കാര്യങ്ങളിലുമുള്ള അവരുടെ ക്യാപിറ്റേഷൻ ഫീ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വരാറുണ്ട്. എന്നാൽ സംസ്ഥാനത്തെ തൊഴിൽ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു അക്കാഡമി എന്നുള്ള നിലയിൽ കിലയുടെ IAS അക്കാഡമിയിൽ വെറും 50,000 രൂപ മാത്രമാണ് ഫീസ് ഞങ്ങൾ ഏർപ്പെടുന്ന ഒരു വർഷത്തേക്ക്. ആ 50,000 രൂപ തന്നെ ക്ഷേമനിധി ബോർഡിലൊക്കെ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളുടെ മക്കളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ വരുമാനം കുറഞ്ഞ നിത്യവരുമാനക്കാരായിട്ടുള്ള വളരെ പാവപ്പെട്ട തൊഴിലാളികളായിരിക്കും. അതുകൊണ്ട് അവരുടെ മകനെ ഗ്രാജുവേഷനൊക്കെ പൂർത്തീകരിച്ച് IAS അക്കാഡമിയിലേക്ക് വിടണം, IAS പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിക്കാത്ത തലത്തിൽ ഞങ്ങൾ അത്തരം തൊഴിലാളികൾക്ക് വേണ്ടി 50% ഫീസിൽ ഇളവ് ചെയ്തുകൊണ്ട് വെറും 25,000 രൂപ വാർഷിക ഫീസ് എന്നുള്ള അടിസ്ഥാനത്തിൽ വാങ്ങിക്കൊണ്ടാണ് ഒരു കുട്ടിയുടെ ഒരു വർഷത്തെ അധ്യയനം പൂർത്തിയാകുന്നത്. അതോ വിലപ്പെട്ട അധ്യാപകരുടെ ഒരു വലിയ ഫാക്കൽറ്റി തന്നെ കിലെ IAS അക്കാഡമിയിൽ നിന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. അതിവിദഗ്ധന്മാരായിട്ടുള്ള അധ്യാപകരുടെ സേവനവും അതുപോലെ തന്നെ പ്രത്യേകമായി അവരുടെ ലിഷർ ടൈമുകളിൽ അവർക്ക് വളരെ ഉയർന്ന തലത്തിൽ വൈവിധ്യങ്ങളായിട്ടുള്ള IAS പഠനത്തിന് ആവശ്യം വേണ്ടുന്ന വിദേശ രാജ്യങ്ങളിലെ പ്രസിദ്ധീകരണങ്ങളടക്കം ഇന്ത്യയിലെ പ്രസിദ്ധീകരണ വല്ലത്തായിട്ടുള്ള ഒരു ലൈബ്രറി, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള അപ്ഡേഷന് വേണ്ടിയുള്ള ആനുകാലികങ്ങൾ ഇതെല്ലാം അവിടെ ലഭ്യമാണ്. അവിടെ ഹോസ്റ്റൽ സൗകര്യവും സ്വാഭാവികമായിട്ടും കിലേക്ക് ഇപ്പോൾ സ്വന്തമായൊരു ഹോസ്റ്റൽ സൗകര്യം ഇല്ലെങ്കിൽ പോലും അതുകൂടി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അത് കാസർഗോഡ് എന്നാണെന്നെങ്കിലും വയനാട് എന്നാണെങ്കിലും തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന IAS അക്കാഡമിയിൽ പഠിക്കുന്നതിനാവശ്യമായ സന്ദർഭത്തിൽ ക്യാമ്പ് ചെയ്ത് പഠിക്കുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ കൂടി അത് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തു കൊടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതും ഒരു വലിയ അനുഗ്രഹമായിട്ട് കാണേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള IAS അക്കാഡമി സാധാരണക്കാരൻ്റെ മക്കളുടെ IAS സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നുള്ള ഈ ദൗത്യത്തിൻ്റെ അധ്യയന വർഷം വീണ്ടും 2025 അധ്യയന വർഷം ഉടനെ തന്നെ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് ആ അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിക്കുന്നതിന് മുമ്പായി തന്നെ നിങ്ങൾ കിലെ IAS അക്കാഡമിയിലെ കിലയുടെ തിരുവനന്തപുരത്ത് തൊഴിൽ ഭവന് മുമ്പിലുള്ള ഓഫീസിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ വഞ്ചിയൂരുള്ള IAS അക്കാഡമി ആസ്ഥാന കേന്ദ്രത്തിലോ ബന്ധപ്പെടേണ്ടതാണ്. നിങ്ങളെല്ലാവരെയും IAS പഠനത്തിനായി കിലെ IAS അക്കാഡമിയിലേക്ക് വിനീതപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്.